നന്ദിനി 2-ന്റെ എപ്പിസോഡ് 9 എല്ലാവർക്കും സ്വാഗതം. വീരാട്ട് ജനനിയെ എടുത്തുകൊണ്ട് പോവുകയാണ്. കുറെ ദൂരം പോകുമ്പോഴാണ് വീരാട്ടിന് ഒരു ഓട്ടോ കിട്ടുന്നത്. ശേഷം ആ ഓട്ടോയിൽ കയറി ജനനിയെ കൊണ്ട് വീരാട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി ജനനി വേദന കൊണ്ട് കരയുകയാണ്. അത് കണ്ട് വിഷമം സഹിക്കാൻ കഴിയാതെ വീരാട്ടും കരയുകയാണ്. മറുവശത്ത് ജനനിയെ കാണാത്തത് കൊണ്ട് ദേവസേനയും എല്ലാവരും ജനനിയെ അന്വേഷിക്കുകയാണ്. ദേവസേന ജനനിയെ ഫോണിൽ വിളിച്ച് നോക്കുകയാണ്. രാജേശ്വരിയും വീരാട്ട് അവിടെ ഇല്ലെന്നുള്ള കാര്യം അറിയുകയും ദേഷ്യത്തോടെ നിൽക്കുകയും ചെയ്യുകയാണ്. ഇതെല്ലാം കണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുകയാണ് നീലി. വീരാട്ടിനെ PA ഫോണിൽ വിളിച്ച് നോക്കുകയാണ്. നീലിയെ വീരാട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തതിനുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടി നീലി രാജേശ്വരിയുടെ അടുത്തേക്ക് പോവുകയാണ്. നീലിയെ കാണുന്ന രാജേശ്വരി നീലിയോട് വീരാട്ടിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന നീലി വീരാട്ട് ഫംഗ്ഷൻ നടക്കുന്ന സമയം മുഴുവൻ ജനനിയുടെ കൂടെയായിരുന്നു. ഞങ്ങളുടെ അടുത്തൊന്നും വീരാട്ട് വന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് രാജേശ്വരി. ഈ സമയം വിലാസിന് ജനനിയെ വീരാട്ടിന്റെ കൂടെ നിൽക്കുന്നതാണ് അവസാനമായി കണ്ടതെന്ന് പറയുന്നത് കേൾക്കുന്ന എല്ലാവരും രാജേശ്വരിയുടെ അടുത്തേക്ക് പോയിട്ട് ജനനിയെ അന്വേഷിക്കുകയാണ്. വീരാട്ടിനെ കാണാത്തതിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന രാജേശ്വരി ജനനിയെ കുറ്റപ്പെടുത്തി ഓരോന്ന് അവരോട് പറയുകയാണ്. ജനനിക്ക് ഒരു കാശുകാരനെ വളച്ചെടുക്കാൻ താല്പര്യം കാണും. എന്റെ മകൻ പണക്കാരനായതുകൊണ്ട് എന്റെ മകനെ വലയിലാക്കി ലൈഫ് സെറ്റിൽ ആക്കാമെന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഞാൻ ഒരിക്കലും ജനനിയുടെ വലയിൽ വീഴാൻ എന്റെ മകനെ സമ്മതിക്കില്ല എന്നൊക്കെ അവരുടെ കുടുംബത്തെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ പറയുകയാണ് രാജേശ്വരി. അതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ദേവസേന. അപ്പോൾ അവിടെ വരുന്ന വാച്ച്മാൻ വീരാട്ട് ഒരു പെൺകുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു എന്ന് പറയുന്നത് കേട്ട് പുരുഷോത്തമൻ എല്ലാവരും അവിടെ നിന്നും പോകുന്ന വഴി വേറൊരു വാച്ച്മാനെ കാണുന്ന ദേവസേന ജനനിയുടെ കാര്യം ചോദിക്കുമ്പോൾ വീരാട്ട് സാറ് ഒരു പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ കാര്യം അവർ അറിയുകയാണ്. അതറിയുന്ന അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. മറുവശത്ത് വീരാട്ട് ജനനിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു. ജനനിയെ ഡോക്ടർ പരിശോധിക്കുന്ന സമയം ജനനിയുടെ സ്കിന്ന് നാഗത്തിന്റെ സ്കിന്ന് പോലെ ആവുകയാണ്. അത് കണ്ട് ഞെട്ടി നിൽക്കുന്ന ഡോക്ടർ ജനനിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ നേഴ്സിനോട് പറയുകയാണ്. ഈ സമയം ആ ഹോസ്പിറ്റലിൽ ദേവസേനയും മംഗളും വരികയാണ്. അവിടെ വെച്ച് ദേവസേനയെ കാണുന്ന വീരാട്ട് ബലൂണ് പൊട്ടിയ കാര്യവും ദേവസേനയുടെ മുഖം പൊള്ളിയിട്ടുണ്ടെന്നും ദേവസേന ICUയിലാണെന്നും പറയുകയാണ്. അത് കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് ദേവസേനയും മംഗളും. ദേവസേന വീരാട്ടിനോട് ജനനി ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് താങ്ക്സ് പറയുകയാണ്. തുടർന്ന് അങ്കിള് വീരാട്ടിനോട് ഇനി ഇവിടെ നിൽക്കണ്ട, വീരാട്ടിന്റെ ഹെൽപ്പിന്റെ ആവശ്യം ഇനിയില്ല, വീട്ടിൽ അമ്മ വീരാട്ടിനെ അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണ്. അവരുടെ സംസാരത്തിൽ നിന്ന് വീരാട്ടിന്റെ കാര്യം മനസ്സിലാവുകയാണ്. ആ കാര്യം മനസ്സിലാക്കുന്ന വീരാട്ട് അവിടെ നിന്നും പോകുന്നു. ശേഷം അങ്കിളും ദേവസേനയും ജനനിയുടെ അടുത്തേക്ക് പോകുന്നു. ജനനിയുടെ അവസ്ഥ കണ്ട് അവർ രണ്ടുപേരും വിഷമിച്ച് നിൽക്കുകയാണ്. മറുവശത്ത് വീരാട്ട് വീട്ടിലേക്ക് വരികയാണ്. വീരാട്ടിനെ കാണുന്ന രാജേശ്വരി ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. വന്ന ഉടൻ വീരാട്ട് രാജേശ്വരിയോട് സോറി പറയുകയാണ്. ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്ത് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്ന അവസ്ഥ വന്നത് നീ കാരണമാണ് എന്ന് പറഞ്ഞ് രാജേശ്വരി വീരാട്ടിനെ വഴക്ക് പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന വീരാട്ട് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് വെച്ച് നടന്ന എല്ലാ കാര്യങ്ങളും രാജേശ്വരിയോട് പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന രാജേശ്വരി ഹെൽപ്പ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ പ്രണയത്തിന്റെ പേര് പറഞ്ഞു വന്നാൽ രാജേശ്വരി അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് രാജേശ്വരി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ജനനിയുടെ അടുത്ത് വരുന്ന നേഴ്സ് ജനനിയുടെ കേസ് ഡോക്ടർ സ്റ്റഡി ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് നേഴ്സ് അവിടെ നിന്ന് പോകുന്നു. ഡൗട്ട് തോന്നുന്ന ദേവസേന നേഴ്സിന്റെ പുറകെ പോയിട്ട് ജനനിക്ക് ഇപ്പോൾ നല്ല കുറവുണ്ട്, ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടറോട് പറയാൻ പറയുകയാണ്. ഡോക്ടർ ജനനിയുടെ കേസ് സ്പെഷ്യൽ കേസ് ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചു വരുത്തുന്ന കാര്യം ഡോക്ടർ പറയുന്നത് കേട്ടു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡോക്ടറോട് പറയാൻ പറഞ്ഞിട്ട് നേഴ്സ് അവിടെ നിന്ന് പോകുന്നു. ഡോക്ടറെ കണ്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന ദേവസേന റിസപ്ഷനിൽ പോയിട്ട് ഡിസ്ചാർജ് പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണ്. ഈ കാര്യം കണ്ടുകൊണ്ട് അവിടെ വരുന്ന ശർമ്മ ആ ഹോസ്പിറ്റലിന്റെ ഒരു ഡോക്ടറുടെ രൂപം മാറി ദേവസേനയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ദേവസേനയോട് ഈ ഹോസ്പിറ്റലിൽ ഒരു പ്രൊസീജിയർ ഉണ്ട്, അത് മാറ്റാൻ ആർക്കും കഴിയില്ല, ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഡിസ്ചാർജ് തരാൻ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന ദേവസേന ഒരു പേഷ്യന്റിനെ നിർബന്ധപൂർവ്വം ഇവിടെ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുകയാണ്. ആ സമയം അവിടെ നാഗം അങ്കിളിന്റെ രൂപം മാറി വരികയാണ്. എന്നിട്ട് ദേവസേനയോട് ബ്ലഡ് ടെസ്റ്റ് അല്ലേ, കുഴപ്പമുള്ള കാര്യമല്ല, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേവസേനയെ അങ്കിൾ അവിടെ നിന്ന് മാറ്റിയിട്ട് അങ്കിളും ആ ഡോക്ടറും കൂടി ജനനി കിടക്കുന്ന റൂമിലേക്ക്
റൂമിലേക്ക് പോവുകയാണ്. റൂമിൽ ആരുമില്ല എന്ന് വിചാരിച്ചാണ് അവർ അവിടേക്ക് പോയത്. പക്ഷെ അവിടെ ഡോക്ടർ ജനനിയെ പരിശോധിക്കുന്നത് കാണുന്ന അവർ ഡോക്ടർക്ക് ഡൗട്ട് തോന്നാത്ത രീതിയിൽ നോർമലായി ഡോക്ടറോട് സംസാരിക്കുകയാണ്. ഡോക്ടർ നേഴ്സിനോട് ജനനിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ പറയുകയാണ്. ജനനിക്ക് ഇഞ്ചക്ഷൻ പേടിയായതുകൊണ്ട് അങ്കിൾ ഓരോന്നും പറഞ്ഞ് ജനനിയെ സമാധാനിപ്പിച്ച് ബ്ലഡ് എടുപ്പിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന ശർബയായ ഡോക്ടർ സന്തോഷത്തോടെ നിൽക്കുകയാണ്. നേഴ്സിന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വാങ്ങാൻ ആ ഡോക്ടർ ട്രൈ ചെയ്ത് നോക്കുമെങ്കിലും അത് പരാജയപ്പെടുന്നു. ജനനിയെ പരിശോധിക്കുന്ന ഡോക്ടർ നേഴ്സിനോട് ലാബിൽ ബ്ലഡ് കൊണ്ട് കൊടുക്കാൻ പറയുകയാണ്. നേഴ്സ് പോകുന്നതിന് പുറകെ 2 ഡോക്ടേഴ്സും അവിടെ നിന്ന് പോകുന്നു. ജനനിയോട് ഡോക്ടറെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് അങ്കിളും അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ ജനനിയുടെയും ദേവസേനയുടെയും അടുത്തേക്ക് അങ്കിൾ വരികയാണ്. അങ്കിളിനെ കാണുന്ന ദേവസേന ഡോക്ടറോട് ഡിസ്ചാർജിന്റെ കാര്യം പറഞ്ഞിട്ട് വരാമെന്ന് ജനനിയോട് പറഞ്ഞിട്ട് ദേവസേന അങ്കിളിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. റൂമിന്റെ പുറത്ത് വരുന്ന ദേവസേന അങ്കിളിനോട് ഡോക്ടർക്ക് ജനനിയെ ഡൗട്ട് ഉണ്ടെന്നും അതുകൊണ്ടാണ് ഡോക്ടർ ജനനിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതെന്നും അങ്കിളും ഡോക്ടറെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചെന്നും അങ്കിളിന് ജനനിയുടെ കാര്യം അറിയാവുന്നതല്ലേ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ജനനി ഒരു നാഗമാണെന്ന് അറിയാൻ കഴിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന അങ്കിള് ഞാൻ ഇപ്പോഴാണ് ഇവിടേക്ക് വന്നത്, ഞാൻ ഡോക്ടറോട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന കാര്യമൊന്നും സംസാരിച്ചിട്ടില്ല എന്നും പറയുകയാണ്. അത് കേട്ട് 2 പേരും പേടിച്ച് നിൽക്കുകയാണ്. ജനനി ഇവിടെ നിൽക്കുന്നത് ആപത്താണ്. ഡോക്ടർക്ക് ഡൗട്ട് തോന്നാത്ത രീതിയിൽ സംസാരിച്ച് ഞാൻ ഡിസ്ചാർജ് വാങ്ങാമെന്നും പറഞ്ഞ് അങ്കിൾ അവിടെ നിന്നും പോകുന്നു. ദേവസേന ആലോചിച്ച് നിൽക്കുകയാണ്. മറുവശത്ത് ജനനിയുടെ ബ്ലഡുമായി ശർബയുടെ കൂട്ടാളി പോകുമ്പോൾ ഡോക്ടർ അയാളെ കാണുകയാണ്. ഡോക്ടറെ കാണുന്ന അയാൾ ബ്ലഡ് മറച്ചു വെക്കുകയാണ്. ഡൗട്ട് തോന്നുന്ന ഡോക്ടർ കാര്യം ചോദിക്കുമ്പോൾ പൊള്ളലുമായി വന്ന ജനനിയുടെ ബ്ലഡ് ലാബിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ലാബ് അസിസ്റ്റന്റ് ആണ് എന്നോട് പറഞ്ഞതെന്നും പറയുകയാണ്. അയാൾ പറയുന്നത് കേട്ട് ഡൗട്ട് തോന്നുന്ന ഡോക്ടർ അയാളുടെ കയ്യിൽ നിന്ന് ബ്ലഡ് വാങ്ങി അവിടെ നിന്നും പോകുന്നു. അത് കണ്ട് അയാൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ട് ദൂരെ മാറി നിന്ന് ശർബയും പ്ലാൻ ഫ്ലോപ്പ് ആയതിൽ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ രാജേശ്വരിയുടെ PA വിരാട്ടിനോട് അമ്മ ടാബ്ലറ്റ് ഒന്നും കഴിക്കാതെ ദേഷ്യത്തോടെ ഇരിക്കുകയാണെന്നുള്ള കാര്യം പറയുകയാണ്. ആ കാര്യം കേട്ട് വിഷമം തോന്നുന്ന വിരാട്ട് അച്ഛന്റെ അടുത്ത് പോയി അച്ഛനോട് കാര്യം പറയുകയാണ്. വിരാട്ട് വിഷമിച്ചിരിക്കുന്നത് കാണുന്ന വിരാട്ടിന്റെ അച്ഛൻ വിരാട്ടിനെ സമാധാനിപ്പിക്കുകയാണ്. ശേഷം വിരാട്ടിനോട് ജനനിയുടെ ബാക്ക്ഗ്രൗണ്ട് ചോദിക്കുകയാണ്. വിരാട്ട് ജനനി വളർന്ന ആശ്രമത്തിനെ കുറിച്ച് അച്ഛനോട് പറയുകയാണ്. കുറച്ചു കഴിഞ്ഞ് വിരാട്ടിന്റെ അച്ഛൻ ജനനി വളർന്ന ആശ്രമത്തിലെ ഗുരുജിയെ വിളിക്കുകയാണ്. വിരാട്ടിന്റെ അച്ഛൻ ആരാണെന്ന് ഗുരുജിയോട് പറയുമ്പോൾ ഗുരുജിക്ക് അറിയാവുന്ന ആളായിരുന്നു വിരാട്ടിന്റെ അച്ഛൻ. വിരാട്ടിന്റെ അച്ഛനെ ഗുരുജി മഹാഗുരു എന്നാണ് വിളിക്കുന്നത്. വിരാട്ടിന്റെ അച്ഛൻ ഗുരുജിയോട് ജനനിയെ കുറിച്ച് ചോദിക്കുകയാണ്. ഗുരുജി ജനനിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അയാളോട് പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന അയാൾ വിരാട്ടിന്റെ അടുത്ത് പോയിട്ട് വിരാട്ടിനോട് ജനനി നിനക്ക് വേണ്ടി ജനിച്ചവളാണ്, നിങ്ങൾ 2 പേരുടെയും ജീവിതത്തിൽ ഒത്തിരി സന്തോഷങ്ങൾ ഉണ്ടാകും, എനിക്ക് നിങ്ങളുടെ വിവാഹത്തിന് സമ്മതമാണെന്ന് പറയുന്നത് കേൾക്കുന്ന വിരാട്ടിന് സന്തോഷം തോന്നുകയും വിരാട്ട് അച്ഛനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുകയാണ്. മറുവശത്ത് ശർബയും മറ്റു 3 പേരും കൂടി അഷ്ടവക്രയെ കാണാൻ വരുന്നു. അഷ്ടവക്ര അവരെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അഷ്ടവക്രയുടെ തോളിലായി നമ്പൂതിരിയുടെ ആത്മാവ് ഇരിക്കുന്നുണ്ട്. ശർബ അഷ്ടവക്രയോട് ഒരു ചാൻസ് കൂടി ചോദിക്കുകയാണ്. ഇത്രയും ശക്തികൾ അഷ്ടവക്ര അവർക്ക് 4 പേർക്കും കൊടുത്തിട്ട് ജനനിയുടെ ബ്ലഡ് എടുക്കാൻ അവർക്ക് കഴിയാത്തത് കൊണ്ട് അവരോട് ദേഷ്യപ്പെടുകയാണ് അഷ്ടവക്ര. അഷ്ടവക്രയുടെ ദേഷ്യം കാണുന്ന ശർബ അഷ്ടവക്രയോട് ഒരു തെറ്റു പറ്റിയതാണ് ഗുരു, ഞങ്ങളോട് ക്ഷമിക്കണം, ഒരു ചാൻസ് കൂടി തരണമെന്ന് കെഞ്ചി ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന അഷ്ടവക്ര ഇനി അവരുടെ ഹെൽപ്പ് വേണ്ട, അല്ലാതെ തന്നെ ലക്ഷ്യത്തിലെത്താൻ കഴിയുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അഷ്ടവക്ര നമ്പൂതിരിയുടെ ആത്മാവിനെ കൊണ്ട് അവിടെ നിന്നും പോകുന്നു. ശർബ തോൽവി സമ്മതിക്കാൻ കഴിയാതെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഈ സമയം വാഷ്റൂമിൽ മിറർ കാണാത്തത് കൊണ്ട് ആ കാര്യം അങ്കിളിനോട് ചോദിക്കുകയാണ് ജനനി. ജനനി ഫേസ് കണ്ടാൽ ജനനിക്ക് വിഷമം ഉണ്ടാകുമെന്ന് വിചാരിച്ച് അങ്കിളാണ് ജനനിയുടെ വാഷ്റൂമിൽ നിന്ന് കണ്ണാടി മാറ്റി വെച്ചത്. അപ്പോൾ അവിടെ വരുന്ന വിലാസിന് ജനനിയുടെ മുഖം കണ്ണാടിയിൽ കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് ജനനി വിഷമിച്ച് നിൽക്കുകയാണ്. വിലാസിനിയുടെ പ്രവൃത്തി കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അങ്കിള്. വിലാസിനി ജനനിയെ കുറ്റപ്പെടുത്തി ഓരോന്നും പറയുന്നത് കേട്ട് ജനനി വിഷമിച്ച് നിൽക്കുന്നത് കാണുന്ന അങ്കിള് ജനനിയെ സമാധാനിപ്പിക്കുകയാണ്. അടുത്ത സീനിൽ വിരാട്ടിന്റെ അച്ഛൻ ഗുരുജിയെ കാണാൻ ആശ്രമത്തിൽ വരികയാണ്. ഗുരുജിയെ കാണുന്ന അയാൾ ഗുരുജിയോട് ജനനിയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വന്നതാണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ഗുരുജി മഹാഗുരുവായ വിരാട്ടിന്റെ അച്ഛനോട് ജനനിയുടെ ജന്മരഹസ്യം പറയുകയാണ്. ഗംഗ പ്രസവിച്ചു കഴിഞ്ഞ് കണ്ണു തുറന്ന് കുഞ്ഞിനെ കണ്ട സമയം
എല്ലാം കുഞ്ഞിന്റെ ശരീരത്തിൽ മാറ്റം കാണുകയും ആ ഷോക്കിൽ ഗംഗ മരിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു ശക്തിയായി നന്ദിനി വരുന്നു. നന്ദിനി ഗംഗ മരിച്ചു കിടക്കുന്നത് കണ്ട് വിഷമിച്ച് നിൽക്കുകയാണ്. ശേഷം നന്ദിനി ഒരു നാഗമായി മാറി ജനനിയുടെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് മുതൽ എപ്പോഴും ജനനിയുടെ നിഴലായി നന്ദിനി കൂടെയുണ്ട്. എല്ലാ മാസവും പൗർണമി ദിവസം പൂജ ചെയ്യുന്നത് കൊണ്ടാണ് ജനനി മനുഷ്യനായി ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ ജനനിയും ഒരു നാഗമായി മാറുമായിരുന്നു എന്നും ജനനിയെ പോലെ നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടി ഈ ലോകത്ത് ഉണ്ടാവില്ല എന്നും നിങ്ങൾ എന്തിനാണ് ജനനിയെ കുറിച്ച് അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഗുരുജി. സമയമാകുമ്പോൾ അതിനെക്കുറിച്ച് പറയാമെന്നും ഈയിടയ്ക്ക് എങ്ങാനും ഗുരുജി ജനനിയെ കണ്ടോ എന്നും ചോദിക്കുകയാണ്. ജനനിയുമായി ഫോണിൽ സംസാരിക്കും, നേരിട്ട് കണ്ടിട്ട് കുറെ നാളായി എന്ന് ഗുരുജി പറയുന്നത് കേൾക്കുന്ന വീരാട്ടിന്റെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നു. പെട്ടെന്ന് മഹാഗുരു വന്ന് ജനനിയെ കുറിച്ച് അന്വേഷിച്ചു പോകുന്നത് കണ്ട് ആലോചിച്ച് നിൽക്കുകയാണ് ഗുരുജി. മറുവശത്ത് അഷ്ടവക്ര കാടും മലയും താണ്ടി നടന്നു പോവുകയാണ്. നമ്പൂതിരി പറഞ്ഞു കൊടുക്കുന്ന വഴിയാണ് അഷ്ടവക്ര പോകുന്നത്. അച്ഛനോട് അഷ്ടവക്ര നമ്മൾ പോകുന്ന സ്ഥലത്തെ കുറിച്ച് പറയാൻ പറയുകയാണ്. നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. അവിടെ എത്താൻ ഒത്തിരി കഷ്ടപ്പെട്ടാലും അവസാനം നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തും. ഇപ്പോഴാണ് അതിനുള്ള സമയമായത്. കാലചക്രവും നാഗമണിക്ക് നമുക്ക് സ്വന്തമാക്കണം എന്നൊക്കെ പറയുകയാണ്. അതെല്ലാം കേട്ട് സന്തോഷത്തോടെ എല്ലാ ബുദ്ധിമുട്ടുകളും മറന്നു നടന്നു പോവുകയാണ് അഷ്ടവക്ര. മറുവശത്ത് ഒരു ദുസ്വപ്നം കണ്ട് പേടിച്ചെഴുന്നേൽക്കുകയാണ് ഗുരുജി. ജനനിയെ ഉപദ്രവിക്കാൻ ജനനിയെ ചുറ്റിപ്പറ്റി ഒരു ശത്രു ഉള്ളതുപോലെ ഗുരുജിക്ക് തോന്നുകയാണ്. അടുത്ത സീനിൽ വീരാട്ടിന്റെ അച്ഛൻ ഒരു ബോക്സ് തുറന്ന് അതിൽ നിന്ന് പനയോല എടുത്ത് വായിച്ചു നോക്കുകയും ശേഷം കവടി നിരത്തി നോക്കുകയും ചെയ്യുകയാണ്. ഇതിൽ നിന്നും ഇദ്ദേഹത്തിന് ജ്യോതിഷത്തിൽ ഒത്തിരി അറിവുകളുണ്ടെന്ന് മനസ്സിലാക്കാം. തുടർന്ന് കവടിയിൽ നോക്കുന്ന അയാൾക്ക് സന്തോഷം തോന്നുകയാണ്. തുടർന്ന് വീരാട്ടിന്റെ അടുത്ത് പോകുന്ന അയാൾ വീരാട്ടിനോട് ജനനിയെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട എന്നും ജനനിയുടെ മുഖത്ത് ഒരു അടയാളം പോലും ഉണ്ടാവില്ല എന്നും പറയുകയാണ്. അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് വീരാട്ട്. മറുവശത്ത് ജനനിയെ കാണാൻ വേണ്ടി കോളേജിൽ നിന്ന് ഫ്രണ്ട്സ് വരികയാണ്. അവരോട് ജനനി കോളേജും ക്ലാസും എല്ലാം മിസ് ചെയ്യുന്നു എന്ന് പറയുകയാണ്. അവർ ഓരോന്നും പറഞ്ഞ് ജനനിയെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയം കോളേജിൽ നീലി ഫ്രണ്ട്സിനോട് ജനനിയുടെ മുഖം വികൃതമായതുകൊണ്ട് ഇപ്പോഴൊന്നും കോളേജിൽ വരില്ല എന്നും ഒരിക്കലും അവളുടെ മുഖത്തെ മുറിവുകൾ മാറാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നും പറയുകയാണ്. അപ്പോൾ അവിടെ വരുന്ന രണ്ടുപേരോട് നീലി ജനനിയെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അപ്പോൾ അവർ നീലിയോട് ജനനിയുടെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ദേവസേന ജനനിയെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് പോയി എന്നും ഇപ്പോൾ ദേവസേന പുറത്തെന്തോ ആവശ്യമായി പോയിരിക്കുകയാണെന്നും മുഖം ശരിയായാൽ മാത്രമേ വരികയുള്ളൂ എന്നും അവർ പറയുന്നത് കേൾക്കുന്ന നീലി അവരോട് ക്യാഷ് ഇല്ലാത്തത് കൊണ്ടാവും ഡിസ്ചാർജ് ചെയ്ത് പോയത്. നമ്മളെ അറിയിച്ചിരുന്നു എങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമായിരുന്നു. ജനനിയുടെ വീട്ടിന്റെ അഡ്രസ്സ് എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ പോയി ജനനിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് പറയുകയാണ് നീലി. അത് കേൾക്കുന്ന അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. നീലിയുടെ ഫ്രണ്ട്സ് ജനനിയുടെ കാര്യം ആരെങ്കിലും അറിയുമോ, ഇതിന്റെ പുറകിൽ നമ്മളാണെന്ന് ആരെങ്കിലും കണ്ടുപിടിക്കുമോ എന്നൊക്കെയുള്ള ഡൗട്ട്സ് നീലിയോട് പറയുകയാണ്. അത് കേൾക്കുന്ന നീലി പോലീസ് കേസ് ആവുകയാണെങ്കിൽ മാത്രം പേടിച്ചാൽ പോരെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ മാനേജ് ചെയ്യാമെന്ന് പറയുകയാണ് നീലി. മറുവശത്ത് ആശ്രമത്തിൽ ജോലിക്കാരിയായി വേഷം മാറി പോവുകയാണ് ഷർബ. ഷർബയെ അവിടെ കാണുന്ന ഗുരുജി ഷർബയോട് കാര്യം ചോദിക്കുമ്പോൾ പുതുതായി ജോലിക്ക് വന്നതാണെന്നും രാമമൂർത്തിയാണ് ജോലി തന്നതെന്നും പറയുകയാണ്. അടുത്ത സീനിൽ നീലിയും മധുവും ഫ്രണ്ട്സും കൂടി ജനനിയുടെ വീട്ടിലേക്ക് വരികയാണ്. നീലിയെ കാണുന്ന വിലാസിനി വളരെ സന്തോഷത്തോടു കൂടി നീലിയുടെ അച്ഛന്റെ പുതിയ മൂവിയെ കുറിച്ചും അതിന്റെ റിലീസിനെ കുറിച്ചും ചോദിക്കുകയാണ്. ശേഷം നീലി ജനനിയെ കാണാൻ പോകുന്നു. ജനനി ഒരു ഷോൾ കൊണ്ട് പൊള്ളിയ ഭാഗം മറച്ചാണ് ഇരിക്കുന്നത്. നീലിയും ഫ്രണ്ട്സും ജനനിയോട് കോളേജിലെ വിശേഷങ്ങളും എല്ലാം പറയുകയാണ്. അപ്പോൾ അവിടെ പ്രണവ് വരുന്നു. ശേഷം എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് നീലി ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ താല്പര്യമില്ല എങ്കിലും ജനനിയെ അവരെല്ലാവരും കൂടി നിർബന്ധിക്കുന്നത് കൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ജനനി. നീലി എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നതിന് പകരം നീലി സൂം ചെയ്ത് ജനനിയുടെ ഫോട്ടോ മാത്രം എടുക്കുകയാണ്. എന്നിട്ട് ജനനിയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ PA വീരാട്ടിന് ആ നാട്ടിലുള്ള എല്ലാ മെഡിക്കൽ സ്റ്റോറിലുമുള്ള സ്കിൻ കെയർ ക്രീം കണ്ടുപിടിച്ച് കൊണ്ടു കൊടുക്കുകയാണ്. അത് കാണുന്ന വീരാട്ട് ഓരോ ക്രീമിനെ കുറിച്ച് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അവസാനം ഒരു ക്രീം വീരാട്ടിന് കിട്ടുകയാണ്. വീരാട്ട് PAയോട് ആ ക്രീം ജനനിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കാൻ പറയുകയാണ്. അത് കേൾക്കുന്ന അയാൾ വീരാട്ട് ജനനിയുടെ അടുത്ത് പോയതിന് ഇത്രയും പ്രശ്നം മാഡം ഉണ്ടാക്കിയെങ്കിൽ ഞാൻ ആ കുട്ടിയെ
ജനനിയെ കാണാൻ പോയാൽ ഇവിടെ ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുമെന്നും നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല എന്നും പറയുകയാണ്. എങ്ങനെയെങ്കിലും ഈ ക്രീം ജനനിയുടെ കയ്യിൽ എത്തിക്കണമെന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുന്ന വിരാട്ട് നീലിയെ വിളിക്കുകയാണ്. വിരാട്ട് നീലിയെ വിളിച്ചതിന്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് നീലിയോട് വിരാട്ട് ഒരു ഹെൽപ്പ് ചെയ്തു തരാമോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട ഉടൻ തന്നെ ഓക്കെ പറയുന്ന നീലി അടുത്ത നിമിഷം വിരാട്ടിന്റെ വീട്ടിൽ വരികയും വിരാട്ടിനോട് എന്താണ് ഹെൽപ്പ് എന്ന് ചോദിക്കുകയും ചെയ്യുകയാണ്. വിരാട്ട് ആദ്യമായി നീലിയോട് ഹെൽപ്പ് ചോദിച്ചതിന്റെ സന്തോഷത്തിലും എക്സൈറ്റ്മെന്റിലും ഇരിക്കുകയാണ് നീലി. അപ്പോൾ വിരാട്ട് നീലിക്ക് ക്രീം കാണിച്ചു കൊടുത്തിട്ട് ഈ ക്രീം ജനനിക്ക് കൊടുക്കണമെന്നും ഞാൻ എന്തെങ്കിലും ചെയ്താൽ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല എന്നും പറയുന്നത് കേട്ട് ദേഷ്യം തോന്നുകയാണെങ്കിലും നീലി ദേഷ്യം ഉള്ളിലൊതുക്കി വിരാട്ടിന്റെ മുന്നിൽ ചിരിച്ചിരിക്കുകയാണ്. എന്നിട്ട് വിരാട്ടിന്റെ കയ്യിൽ നിന്ന് ക്രീം വാങ്ങി അവിടെ നിന്ന് പോകുന്നു. മറുവശത്ത് ശർബ ആശ്രമത്തിലെ ഒരു സ്റ്റാഫിനോട് ജനനിയെ കുറിച്ച് ചോദിക്കുകയാണ്. ഇതെല്ലാം രാമമൂർത്തി ശ്രദ്ധിക്കുന്നുണ്ട്. അവർ വഴി ശർബ ജനനി ഒരു നാഗമാണെന്നും ജനനിയുടെ കയ്യിൽ പവർഫുള്ളായ എന്തോ ഒരു കല്ലുണ്ടെന്നും അറിയുകയാണ്. അതറിയുന്ന ശർബയ്ക്ക് അന്ന് ജനനിയുടെ വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് വന്ന ഒരു പ്രകാശത്തെ നേരിടേണ്ടി വന്നത് ഓർമ്മ വരികയാണ്. ശർബയെ കാണുന്ന രാമമൂർത്തിക്ക് ഡൗട്ട് തോന്നുകയാണ്. ശേഷം പൂജ ചെയ്യുന്ന ഗുരുജിയുടെ അടുത്തേക്ക് രാമമൂർത്തി പോകുന്നു. പൂജ ചെയ്യുന്ന ഗുരുജി ദീപം കത്തിക്കുമ്പോൾ ആ ദീപം അണഞ്ഞു പോവുകയാണ്. അത് കാണുന്ന ഗുരുജി രാമമൂർത്തിയോട് ദീപം കത്തിച്ചു നോക്കാൻ പറയുകയാണ്. അത് കേൾക്കുന്ന രാമമൂർത്തി ദീപം കത്തിക്കുമ്പോൾ ആ തീ ആളി കത്തുകയാണ്. ഇതെല്ലാം കാണുന്ന ഗുരുജിക്ക് ഈ ആശ്രമത്തിൽ ഏതോ ഒരു ദുഷ്ടശക്തി വന്നിട്ടുണ്ടെന്നും പുതുതായി രാമമൂർത്തി ജോലിക്കെടുത്ത ലേഡി ആരാണെന്നും ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന രാമമൂർത്തി ആരെയും ജോലിക്ക് എടുത്തിട്ടില്ല എന്നും ഇതിനു പുറകിൽ എന്തോ പ്രശ്നമുണ്ടെന്നും അതെന്താണെന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് രാമമൂർത്തി അവിടെ നിന്നും പോകുന്നു. ശേഷം കുറച്ച് ആളുകളുമായി രാമമൂർത്തി ശർബയുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് എല്ലാവരോടും ശർബയുടെ ചുറ്റും നിൽക്കാൻ പറയുകയാണ്. എല്ലാവരെയും കാണുന്ന ശർബയ്ക്ക് കാര്യം മനസ്സിലാവുകയും ശർബ നാഗമായി മാറി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ സമയം കോളേജിലെ ലാബിൽ നിന്ന് എന്തോ ഒരു ലിക്വിഡ് എടുത്ത് വിരാട്ട് കൊടുത്ത ക്രീമിൽ മിക്സ് ചെയ്യുകയാണ് നീലി. ഈ ക്രീം പുരട്ടിയാൽ ജനനിയുടെ മുഖം കൂടുതൽ വികൃതമാകുമെന്ന് പറഞ്ഞ് നീലിയും ഫ്രണ്ട്സും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ശേഷം ജനനിയുടെ വീട്ടിൽ പോകുന്ന നീലി ജനനിയോട് കോളേജിൽ വരാത്തത് എന്താണെന്നും നിന്നെ ഞങ്ങൾ എല്ലാവരും മിസ് ചെയ്യുന്നു എന്നും ശർബ മാം നിന്നെ കുറച്ച് ചോദിക്കാറുണ്ട് എന്നൊക്കെ പറയുകയാണ്. മുറിവെല്ലാം ശരിയായിട്ട് കോളേജിൽ വരാമെന്ന് ജനനി പറയുന്നത് കേൾക്കുന്ന നീലി വിരാട്ട് കൊടുത്തു വിട്ടതാണെന്നും പറഞ്ഞ് ക്രീം ജനനിക്ക് കൊടുത്തിട്ട് നീലി അവിടെ നിന്ന് പോകുന്നു. നീലി പോകുന്നത് കാണുന്ന ജനനി വിരാട്ട് കൊടുത്തു വിട്ട ക്രീമിൽ തന്നെ നോക്കി സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ശേഷം ജനനി ക്രീമും മുഖത്തിടുകയാണ്. ക്രീം ഇട്ട് കുറച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്ന ജനനി നനഞ്ഞ തുണി കൊണ്ട് മുഖം തുടയ്ക്കുകയാണ്. എന്നിട്ട് ആലോചിച്ചിരിക്കുകയാണ് ജനനി. മറുവശത്ത് ആശ്രമത്തിൽ വരുന്ന ശർബ പ്രണവിന്റെ രൂപം മാറി ഗുരുജിയെ പോയി കാണുകയാണ്. എന്നിട്ട് ഗുരുജിയോട് ജനനി പറഞ്ഞ് ഈ ആശ്രമത്തിനെ കുറിച്ചും ആളുകളെ കുറിച്ചും കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നതെന്ന് പറയുകയാണ്. അത് കേട്ട് ഗുരുജി സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഈ സമയം വിരാട്ട് താങ്ക്സ് പറയാൻ വേണ്ടി നീലിയെ ഫോണിൽ വിളിക്കുകയാണ്. വിരാട്ട് നീലിയെ പല പ്രാവശ്യം ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം മറന്ന് നീലി വിരാട്ടിനെ ഹെൽപ്പ് ചെയ്തില്ലേ. അതെല്ലാം ഓർക്കുമ്പോൾ വിരാട്ടിന് നീലിയോട് സെന്റിമെന്റ്സ് തോന്നുകയാണ്. മറുവശത്ത് ഗുരുജി പൂജ ചെയ്യുമ്പോൾ വീണ്ടും ദീപം അണയുകയാണ്. അത് കാണുന്ന രാമമൂർത്തിക്ക് പ്രണവിന് ഡൗട്ട് തോന്നുകയാണ്. രാമമൂർത്തി ഗുരുജിയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പ്രണവിന്റെ അടുത്തേക്ക് പോകുന്നു. ആ സമയം പ്രണവ് ജനനിയുടെ അടുത്തുള്ള ശക്തി എന്താണെന്ന് അവിടെയുള്ള സ്റ്റാഫിനോട് ചോദിക്കുകയായിരുന്നു. രാമമൂർത്തിയും അവിടെ വരുന്ന ആളുകളും പ്രണവിന്റെ ചുറ്റുമായി നിൽക്കുകയാണ്. അത് കണ്ട് പേടിക്കുന്ന പ്രണവ് നാഗമായി മാറി അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ കോളേജിൽ വരുന്ന നീലി ജനനി ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി അന്നെടുത്ത ജനനിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയാണ്. ഈ കാര്യം അറിയുന്ന പ്രണവും എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. നീലിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പ്രണവ് അറിയുകയാണ്. ജനനി ഫോട്ടോ കണ്ട് വിഷമിച്ചിരിക്കുകയാണ്. ജനനി എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വമാണ് നീലി ഇങ്ങനെയെല്ലാം ചെയ്തതെന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് അങ്കിള്. ശർബയുടെ അടുത്ത പ്ലാൻ എന്താണെന്നറിയാനും അഷ്ടവക്രയുടെ ലക്ഷ്യം എന്താണെന്നറിയാനും അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക് യു.